വാഹനമില്ലാത്തതിനാൽ അന്തിക്കാട് എക്സൈസിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലച്ചു. സമീപത്തെ മറ്റ് 2 റേഞ്ചുകളിലും പ്രതികളെ പിടികൂടാൻ പോകാൻ വാഹനമില്ല. തൊണ്ടി മുതൽ സ്റ്റേഷനിലെത്തിക്കുന്നത് ഓട്ടോയിലും ടാക്സി കാറിലും. വകുപ്പ് തലത്തിലെ നിരുത്തരവാദപരമായ സമീപനം മൂലമാണ് മാസങ്ങളായി എക്സൈസിന്റെ പ്രവർത്തനം താളം തെറ്റാൻ കാരണമെന്നാണ് ആക്ഷേപം. തൃശൂർ ജില്ലയുടെ വലിയൊരു ഭാഗം അധികാരപരിധിയുള്ള അന്തിക്കാട്, ചേർപ്പ്, കോലഴി റേഞ്ചുകളിലെ എക്സൈസ് ഓഫീസുകളിൽ വാഹനമില്ലാതായിട്ട് 2 മാസത്തിലധികമായി. നിലവിൽ ഉപയോഗിക്കുന്ന ജീപ്പുകളുടെ ഫിറ്റ്നസ് 2 മാസം മുമ്പ് അവസാനിച്ചതോടെയാണ് പ്രശ്നം ഗുരുതരമായത്. ലഹരി സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് നൽകിയ 2 സ്കൂട്ടറുകളിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് പുറപ്പെടുന്നത്. പ്രതികളെ പിടികൂടാൻ കൂടുതൽ ഉദ്യോഗസ്ഥർ വേണമെന്നിരിക്കെ വാടകയ്ക്ക് വാഹനം വിളിച്ചു വരുത്തി വേണം റെയ്ഡിന് പുറപ്പെടാൻ. എല്ലാം കഴിഞ്ഞ് എത്തുമ്പോൾ ആടുകിടന്നിടത്ത് പൂട പോലുമില്ല എന്ന അവസ്ഥ. സ്കൂട്ടറിൽ പോയവർ ഏതെങ്കിലും ലഹരി വസ്തുക്കളോ പ്രതികളെയോ പിടികൂടിയാലും പുറമേ നിന്ന് ഓട്ടോയും കാറും പിടിച്ചാണ് തൊണ്ടി മുതലും പ്രതികളും സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. വാഹന വാടക ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്നതുവരെ ഉദ്യോഗസ്ഥർ സ്വന്തം കയ്യിൽ നിന്നും വഹിക്കണം. ഉപയോഗശൂന്യമായ 3 വാഹനങ്ങളാണ് അന്തിക്കാട് എക്സൈസ് ഓഫീസ് പരിസരത്ത് തുരുമ്പെടുത്ത് കിടക്കുന്നത്. നിലവിലെ 2 മാസമായിട്ട് ഇവിടെ ജീപ്പില്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. നമുക്കൊരു പ്രതിയെ പിടിച്ചാൽ അത് വാടകയ്ക്ക് വണ്ടി വിളിച്ച് വരേണ്ട രീതിയാണ്. അതുപോലെ തന്നെ ആ തൊണ്ടി മുതലൊക്കെ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുവരേണ്ട രീതിയാണ് ഇപ്പം നിലനിൽക്കുന്നത്. പ്രദേശത്തെ മുഴുവൻ ലഹരിയുടെ ഉപയോഗം പ്രസരമായിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടുന്ന നടപടികൾ എടുക്കാൻ എക്സൈസിനും പോലീസിനും വേണ്ടത്ര സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഔദ്യോഗിക തലത്തിൽ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മാർച്ച് മാസത്തിൽ കോലഴിയിലും ചേർപ്പിലും പുതിയ വാഹനമെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. പുതിയ വാഹനം ലഭിക്കുമ്പോൾ മറ്റ് എക്സൈസ് ഓഫീസുകളിൽ നിന്ന് നടതള്ളുന്ന വാഹനമാണ് അന്തിക്കാട്ടേക്ക് ലഭിക്കുക എന്ന് പറയുന്നു. അന്തിക്കാട് എക്സൈസ് ഓഫീസിൽ ഡ്രൈവർ തസ്തികയില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. അതിനാലാണ് പഴയ വാഹനം മാത്രം ഇവിടേക്ക് ലഭിക്കുന്നത്. അംഗബലമില്ലാത്തതിനാൽ അന്തിക്കാട് പോലീസിനും ലഹരി സംഘങ്ങളെ പിടിക്കുക എന്നത് പ്രതിസന്ധിയാണ്. കോൾ മേഖലയിലും ഉൾപ്രദേശങ്ങളിലും വിദ്യാർത്ഥികളടക്കമുള്ളവർ സംഘം ചേർന്ന് ലഹരി ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ചേരിതിരിഞ്ഞുള്ള ഗുണ്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും ലഹരിക്കടത്ത് കേസുകളും നിയന്ത്രണാതീതമാണെങ്കിലും വാഹനങ്ങളില്ലാത്തതിനാൽ എക്സൈസിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. പട്രോളിങ്ങും പരിശോധനകളുമില്ലാതെ ബോധവൽക്കരണ പരിപാടികൾ മാത്രമാണ് എക്സൈസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനമെന്ന് ആരോപണമുണ്ട്. TC വിനോസ്, അന്തിക്കാട്.